ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം വിശപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റാത്തപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിലൊന്നും തിന്നാനില്ലേന്ന്. എൻ്റെ വീട്ടിൽ തിന്നാനൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നത് നല്ല എരിവുള്ള സാധനങ്ങൾ, അതായത് കപ്പയും മീൻകറിയും ചക്കപ്പുഴുക്കും മീൻകറിയും ചിക്കൻ കറി അങ്ങനെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ടുള്ള ഹോട്ടലുകളിലും അങ്ങനെ കിട്ടാൻ വഴിയില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ ഇപ്പോഴാണെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂ കാരണം പാൽക്കപ്പയും ബീഫും നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പം അമ്മ പറഞ്ഞു ചക്ക കിട്ടിയിട്ടുണ്ട്, നീ വരുന്നുണ്ടെങ്കിൽ വാന്ന് പറഞ്ഞു. അമ്മ ചുമ്മാ വിളിച്ചതാണെങ്കിലും ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിക്കയറി പോയി കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അച്ഛൻ്റെ പൂന്തോട്ടത്തിലേക്കാണ് ഞാനിങ്ങനെ കാറിൻ്റെ ഡോറ് തുറന്നിറങ്ങിയത്. അങ്ങനെ പൂക്കളെയൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്തു കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ പൂക്കളൊക്കെ വീഡിയോ എടുത്ത് നിൽക്കുമ്പോഴാണ് അതിലെ സുലുവേട്ടി പോകുന്നത്. സുലുവേട്ടി മുന്നത്തെ എൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ടാവും. സുലുവേട്ടി നമ്മുടെ നെയ്ബറാണ്, വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ പുറത്തുള്ള കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് നോക്കുമ്പോഴാണ് ആരാ അവിടെ അമ്മയുടെ മുല്ലച്ചെടിയുണ്ട്. അമ്മ നട്ട മുല്ലച്ചെടി, അതിനകത്ത് നിറച്ചും മുല്ലപ്പൂവിൻ്റെ മൊട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും എടുത്ത് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഉള്ളിലെ കലാപരിപാടികൾ എന്തായി എന്നറിയാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ ബിന്ദു, ദിസ് ഈസ് മൈ മദർ, അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ മീൻ കറിക്കുള്ള കഷ്ണം കുനുകുനാന്നരിയുന്നുണ്ട്. മീൻ കറിക്കുള്ള കഷ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആകെ 7 മീൻ പോയിട്ട് 4 മീനേ ഉള്ളൂ. ഇതാണോ അമ്മച്ചി കറിയാക്കാൻ വെച്ച മീൻ? ആകെ കുറച്ച് മീനേ ഉള്ളൂ. ഈ മീൻ കൊണ്ട് കറിയായാൽ എനിക്ക് തികയോന്നൊക്കെ തോന്നിപ്പോയി കേട്ടോ. പക്ഷെ അമ്മയുടെ കറി സൂപ്പറാണ്. എപ്പോഴും അമ്മ വെക്കുന്ന കറി അടിപൊളിയാണ് കേട്ടോ. ആ പ്രതീക്ഷയോടെ ഞാനിങ്ങനെ കാത്തിരിക്കാൻ. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഒന്ന് മീൻ കറിക്ക് വേണ്ട സംഭവമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്ക്. എന്നിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ചക്ക ക്ലീനാക്കി വെച്ചത് എടുത്ത് കുക്കറിലിട്ട് പുഴുങ്ങാൻ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒരു സന്തോഷത്തിൽ ഞാനങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താ ഈ ചക്കപ്പുഴുക്കും മീൻ കറിയും കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കലാപരിപാടിയിലേക്ക് കിടന്നു. മീൻകറി വെക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഉള്ളി, തക്കാളി, നീരുള്ളി അതെല്ലാം ഇല്ലേ, നമ്മളിങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ഇളക്കുവാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കുകയാണ് ഞാൻ. പിന്നെ ഇത് അത്യാധുനികമായ രീതിയിൽ ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇളക്കി കൊടുക്കുമ്പോഴും ഇതിൻ്റെ ഒരു പാകം എനിക്ക് അറിയത്തില്ലെന്നാണ് അമ്മച്ചി പറയുന്നത്. അപ്പോൾ പാകം അറിയുന്നവർ ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നല്ല രുചികരമായ കറി കൂട്ടണമെങ്കിൽ അമ്മ തന്നെ വെക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു അരങ്ങൊഴിഞ്ഞു കൊടുത്തു. അപ്പോൾ അമ്മ തന്നെ കറി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് 2 കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പുറത്ത് പോയി 2 കറിവേപ്പില എടുത്തുകൊണ്ട് വന്നു. അപ്പോഴത്തേക്ക് അമ്മച്ചി ഇവിടെ തേങ്ങ ചിരണ്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങ ചിരണ്ടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കറി അങ്ങ് തിളയ്ക്കാൻ തുടങ്ങി. തേങ്ങ ചിരണ്ടിയത് എന്തിനാ വെച്ചാൽ നമ്മുടെ ചക്കപ്പുഴുക്കിന് അരപ്പിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ചക്കപ്പുഴുക്കിൻ്റെ അരപ്പിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ജീരകം ഇടുവപ്പോൾ അല്ല, ജീരകം ഇടത്തില്ല. ജീരകം ഇടുന്നവരുണ്ട് കേട്ടോ. നമ്മൾ വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ല പാങ്ങിൽ കടകട മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ആ ഒരു അരപ്പ് ഇതിനകത്തേക്ക് ഇടും. അപ്പോൾ നല്ലൊരു മണമുണ്ടാക്കും. എന്തൊരു രസമാണെന്നറിയാം. മുമ്പത്തെ വീട്ടിലുണ്ടാകുമ്പോൾ ഒക്കെ അടുപ്പിച്ച് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കും കേട്ടോ. വിരുന്നുകാർ വന്നാലും ചക്കപ്പുഴുക്ക്, വീട്ടുകാരാണെങ്കിലും ചക്കപ്പുഴുക്ക്, മൊത്തം ഒരു ചക്കപ്പുഴുക്കിൻ്റെ മയ ആയിരിക്കും. നമ്മുടെ അങ്ങോട്ട് അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് അങ്ങനെയൊന്നുമല്ല, ചക്കപ്പുഴുക്ക് കുറവാണ്. എനിക്ക് പിന്നെ കാത്തിരിക്കാനൊന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല. കുറേ സമയം ഞാൻ നോക്കിയിരുന്നിട്ടും ചക്കപ്പുഴുക്ക് വരാത്തത് കൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. പിന്നെ അമ്മ ചക്കപ്പുഴുക്ക് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതെടുത്ത് അതിനകത്തേക്ക് നമ്മുടെ അയലക്കറി അങ്ങ് ഒഴിച്ചു. കാരണം അച്ഛനോ പിള്ളേർക്ക് പോലും കൊടുക്കാൻ ഞാൻ കാത്തുനിന്നില്ല. വേഗം ഞാൻ എടുത്ത് കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ വേഗം എടുത്ത് കഴിച്ചോ, ഞാൻ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം എടുത്ത്, ഞാൻ കൊതിയോടെ വന്നതല്ലേ, അതൊന്ന് ശമിപ്പിക്കാൻ വേണ്ടി ഞാൻ വേഗം ചക്കപ്പുഴുക്കും എടുത്തിട്ടിരുന്നു കേട്ടോ. അവിടെ വലിയ ഡിമാൻഡ് കളിച്ചിട്ട് വന്നിട്ട് ഗീഷേട്ടൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ ചക്കപ്പുഴുക്കൊന്നും വേണ്ട, ഞാൻ പോകാമെന്ന് പറഞ്ഞിരുന്ന ആളിതായിപ്പോൾ ചക്കപ്പുഴുക്ക് കഴിക്കുക കേട്ടോ. പോകണമെന്ന് പറഞ്ഞ ആളൊന്നും പോകുന്നൊന്നുമില്ല. നല്ല പാങ്ങിലിരുന്നിട്ട് ചായയും കുടിച്ച് ചക്കപ്പുഴുക്കും തിന്നിട്ടാട്ടോ പോയത്. നല്ല ചക്കപ്പുഴുക്കും നല്ല മീൻകറിയായിരുന്നു. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട, എൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും സംസാരമൊക്കെ. അപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനെ സംസാരിക്കാനാണ് തോന്നി. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കൊരു രസമുണ്ട് കേട്ടോ. എല്ലാവർക്കും രസമുണ്ടോയെന്ന് അറിയത്തില്ല, എനിക്ക് രസമുണ്ട്. അങ്ങനെ
ചക്കപ്പുഴുക്ക് ഞാൻ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സംഭവം കിട്ടണമെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും അടുത്ത് വേണം കേട്ടോ. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ നമുക്കിങ്ങനെ എപ്പോഴെപ്പോഴും പോയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഇതിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും തൊട്ടടുത്താണ്, അതായത് ഒരു 5-10 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എപ്പോഴും പോയി കഴിക്കണമെങ്കിൽ അച്ഛനും അമ്മയും നമ്മുടെ കല്യാണം കഴിഞ്ഞ് പോയ വീടിൻ്റെ അടുത്തേക്ക് വരാൻ നിർബന്ധിക്കണം. ഞാനിപ്പോൾ എങ്ങനെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ജോലിയൊക്കെ ആയാൽ പിന്നെ പിള്ളേരെ ഒന്നും നോക്കാൻ ആളില്ലല്ലോ, എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ തട്ടിപ്പൊക്കെ ആക്കി അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ എന്താ ജോലിയൊന്നും ആയില്ലെങ്കിലും ഫുഡ് അടിക്കാൻ ഇവരിവിടെ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചക്കപ്പുഴുക്കും മീൻകറിയും കഴിച്ചിട്ട് അമ്മ വീണ്ടും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞാനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ ചട്ടിക്കകത്ത് പോയി നോക്കിയപ്പോൾ കുറച്ചും കൂടെ ചക്കപ്പുഴുക്ക് ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ തിന്നു കേട്ടോ. അങ്ങനെ വേണ്ടുവോളം തിന്ന് വയറ് നിറച്ചിട്ട് ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നത്. അങ്ങനെ ചക്കപ്പുഴുക്കൊക്കെ തിന്ന് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോയി നോക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഇവർ മാവേലി സ്റ്റോറിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കാര്യമായ സാധനങ്ങൾ തടയുകയാണെങ്കിൽ ഉള്ളത് വീട്ടിലേക്കും കൊണ്ടുപോകാൻ, വേണമെങ്കിൽ തിന്നുകയും ചെയ്യാമല്ലോ. അങ്ങനെ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കസറ സാധനങ്ങൾ വല്ലതും ഇതിനകത്തുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. ഉണ്ടെങ്കിൽ അതും കൂടെ കഴിച്ചിട്ട് പോകാമല്ലോ. വെറുതെ വയറിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ വീണ്ടും വിസ്താരമായിട്ട്. ഞാൻ ഇത്രയൊന്നും കഴിക്കാറില്ലായിരുന്നു മുമ്പ്. ഞാൻ മുമ്പ് കഴിക്കാറുണ്ടായിരുന്നു. കഴിപ്പിനൊരു കുറവുമില്ല. പക്ഷെ ഞാൻ 0 സൈസാണ്. എത്ര കഴിച്ചാലും ഞാൻ 0 സൈസാണ്. വണ്ണം വെക്കത്തേ ഇല്ല കേട്ടോ. ഞാൻ ജിമ്മിൽ പോയി കുറേ നോക്കി. പക്ഷെ ജിമ്മിൽ പോകുമ്പോൾ നമുക്കൊരു ചേഞ്ചൊക്കെ ഉണ്ട്. പക്ഷെ ജിമ്മിലും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല. ഒന്നിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തൊരു സ്വഭാവമാണ് കേട്ടോ എൻ്റേത്. ഒന്നിലും ഓവറായിട്ട് എനിക്കിപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതിന് കണ്ടിന്യൂസ് ആയിട്ട് പോകും. പിന്നെ പെട്ടെന്ന് ആ തോന്നലങ്ങ് നിൽക്കുമ്പോൾ ഞാനതങ്ങ് നിർത്തും. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യത്തിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ നിന്ന് പോകുന്നത്. അപ്പോൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്നുള്ളൂ. അത് ബോറടിക്കും. എനിക്ക് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ. പക്ഷെ നമ്മളിടുന്ന വീഡിയോ മാത്രം കാണാൻ ഒരു മനുഷ്യനും ഇല്ല. നമ്മളിങ്ങനെ എന്തൊക്കെ വീഡിയോ ഇട്ടാലും അങ്ങനെ തന്നെ. നമ്മളൊരു ലിമിറ്റ് വിട്ടിട്ടുള്ളൊരു വീഡിയോ ഇടാറുമില്ല. നമ്മുടെ വീഡിയോ ഒന്നും ആർക്കും വേണ്ട, എന്താണോ എന്തോ. പിന്നെ സബ്സ്ക്രൈബേഴ്സും കയറത്തില്ല, വീഡിയോയ്ക്കൊട്ട് വ്യൂ ഉണ്ടാകത്തില്ല, ഒന്നും ഇല്ല. നമ്മൾ ഈ പാത്രം കഴുക്കും തീറ്റയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ പാത്രം കഴുക്കും തീറ്റയും വീടും കൂടിയൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നായിട്ട് തോന്നുന്നത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എനിക്ക് ഇങ്ങനെ വയറുഭാഗ്യം കൂടുതലുള്ള കൂട്ടത്തിലായതുകൊണ്ട് പോകുന്നിടത്തു നിന്നൊക്കെ തിന്നാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആകെയുള്ളൊരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു.